ടെക്നിക്കൽ ഏരിയാസിൽ വരുന്ന അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസിൽ വരുന്ന കുറച്ച് ഏരിയാസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്മുടെ അക്കൗണ്ടിങ് ഇന്റർവ്യൂസിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ ആൻസർ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചായിരിക്കാം ഒരു ക്വസ്റ്റ്യൻ വരിക. നമുക്ക് ഏറ്റവും ലാസ്റ്റ് നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് നമുക്ക് വരാം. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് നോർമലി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത് ബാലൻസ് ഷീറ്റ്, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പൊതുവെ സ്കൂളിലും ഇതിലൊക്കെ പഠിക്കുന്ന സമയത്ത് പി ആൻഡ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും മാത്രമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പൊതുവെ നമ്മളുടെ കരിക്കുലം പാർട്ടായിട്ട് ഉണ്ടാവാറില്ല, പക്ഷെ അതും ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വാട്ട് ആർ ദ കീ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ചോദിച്ചാൽ, മേജർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ പി ആൻഡ് അക്കൗണ്ട് ആണ്. രണ്ടാമത്തത് ബാലൻസ് ഷീറ്റ് ആണ്. മൂന്നാമത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഒരു ക്വസ്റ്റൻ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, കീ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളത്. ഇനി ഇതിന്റെ റിലേഷൻ എന്താണ്? ഓക്കെ, ഇതിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കറണ്ട് ഇയറിലുള്ള ഇൻകംസും എക്സ്പെൻസും മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതേസമയത്ത് നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ളത്, അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പി ആൻഡ് അക്കൗണ്ട് കറണ്ട് ഇയറോടുകൂടി കംപ്ലീറ്റ് ആവുന്ന ട്രാൻസാക്ഷൻസും, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഉള്ളതുമാണ്. പി ആൻഡ് അക്കൗണ്ടിലുള്ള ഒരു ഐറ്റത്തിനും ഫ്യൂച്ചർ ഇല്ല. ഫോർ എക്സാമ്പിൾ, ഒരു സാലറി എന്ന് പറയുന്നത് ആ മന്തിലെ അല്ലെങ്കിൽ ആ ഇയറിലെ സാലറിയാണ്, അല്ലെങ്കിൽ ആ സെയിൽ എന്ന് പറയുന്നത് ആ ഇയറിലെ സെയിലാണ്, അതോടുകൂടി അത് കംപ്ലീറ്റഡ് ആയി. അതേസമയത്ത് എൻ്റെ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ടാവാം? അസറ്റ് ഉണ്ടാവാം, റിസീവബിൾസ് ഉണ്ടാവാം, ക്യാഷ് ഉണ്ടാവാം, ബാങ്ക് ഉണ്ടാവും. ഇതിനൊക്കെ ഫ്യൂച്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ പേരും അങ്ങനെ തന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഫ്യൂച്ചറിലുള്ള എനിക്ക് ഭാവിയിലേക്കുള്ള ഐറ്റംസ് ആണ് എനിക്ക് എന്ത് വരിക? എൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് വരിക. അപ്പം എൻ്റെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കാണിക്കുന്നത് പ്രോഫിറ്റബിലിറ്റി ആണ്. അതിൻ്റെ അകത്ത് കാണിക്കുക കറണ്ട് പീരീഡിലുള്ള അല്ലെങ്കിൽ കറണ്ട് ഇയറിലുള്ള എൻ്റെ ആക്ടിവിറ്റീസ് മാത്രമാണ്. ഓക്കെ, അത് ഞാൻ ഈ വർഷം ഞാൻ കൺസ്യൂം ചെയ്ത് തീർക്കുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? എൻ്റെ പി ആൻഡ് അക്കൗണ്ടിലോ ഇൻകം സ്റ്റേറ്റ്മെന്റിലോ കാണിക്കുള്ളൂ. നെക്സ്റ്റ് എൻ്റെ ബാലൻസ് ഷീറ്റിലേക്കാണെങ്കിലോ എൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ് എനിക്ക് അവിടെ മെൻഷൻ ചെയ്യാം. രണ്ട്, എനിക്ക് എൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോയും തമ്മിലുള്ള സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോയും എനിക്ക് മെൻഷൻ ചെയ്ത് കാണിച്ചു തരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എൻ്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അഗൈൻ എൻ്റെ ഇൻകം സ്റ്റേറ്റ്മെന്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇൻകം സ്റ്റേറ്റ്മെന്റ് അതിൽ ക്യാഷ് വന്നോ ഇല്ലയോ എന്നുള്ളതല്ല, എക്സ്പെൻസ് ഇൻകറായോ ഇല്ലയോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മൾ അക്കൗണ്ടിങ് സിസ്റ്റം രണ്ട് രീതിയിൽ നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. ഒന്ന് അക്രൂവൽ ബേസിസിലും, രണ്ടാമത്തത് ക്യാഷ് ബേസിസിലും. ഓക്കെ, അക്രൂവൽ ബേസിസിൽ ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്താ? മാർച്ച് മാസത്തെ സാലറി ഒരു എംപ്ലോയി മാർച്ച് മാസം വന്നിട്ട് വർക്ക് ചെയ്തതിനാൽ അയാൾക്ക് ഞാൻ സാലറി കൊടുക്കാൻ ലയബിളായി. ഒരു ഓഫീസ് റൂം ഞാൻ വാടക എടുത്തിട്ടുണ്ടായിരുന്നു. മാർച്ച് മന്തിൽ ഞാൻ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ജനുവരി മന്തിൽ ഞാൻ ഓഫീസ് റൂം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ജനുവരി മന്തിൽ റെന്റ് കൊടുക്കാൻ ഞാൻ ലയബിൾ ആണ്. ഓക്കെ, ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദി പേയ്മെന്റ്. എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അതിനെ എക്സ്പെൻസിലേക്ക് റെക്കഗ്നൈസ് ചെയ്യണം. അതാണ് അക്രൂവൽ കൺസെപ്റ്റ്. സെയിം ഇൻകത്തിന്റെ കേസിലും. ഇൻകത്തിന്റെ കേസിൽ എങ്ങനെയാ വരിക? ഒരു റവന്യൂ എനിക്ക് കിട്ടാനുള്ള റൈറ്റ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞാനൊരു സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൺസൾട്ടിങ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അയാൾ എനിക്ക് എമൗണ്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ റൈറ്റ് ടു റിസീവ് ദി ഇൻകം എസ്റ്റാബ്ലിഷ് ആയി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ആ ഇൻകത്തിന് ഞാൻ റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരാൾക്ക് ഈ സാധനം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിന്റെ റവന്യൂ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ ഗുഡ്സ് കൊടുത്തു, നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ എനിക്ക് ക്യാഷ് തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യരുത്? ഈ ഒരു സാധനം അയാളുടെ കയ്യിൽ കൊടുത്ത ഉടനെ കൊണ്ടുപോയിട്ട് റവന്യൂ അത് സെയിലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കണ്ടീഷൻ എന്താ? സെയിലായി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അയാൾ അത് സാറ്റിസ്ഫൈഡ് ആവണം. ഓക്കെ, അപ്പോൾ സാറ്റിസ്ഫൈ ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അക്കൗണ്ട്സിൻ്റെ അകത്ത് എൻട്രി ഇടാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പെർട്ടിക്കുലർ പേഴ്സൺ ഞാനൊരു കൺസൾട്ടിങ് സർവീസ് കൊടുക്കുകയാണ്. ഒരു 1 lakh rupees ഒരു സർവീസ് ഞാൻ കൊടുക്കാമെന്ന് എഗ്രി ചെയ്തു. ഞാൻ പറഞ്ഞു ഒരു 50,000 rupees എനിക്ക് അഡ്വാൻസ് വേണം. അപ്പം ഈ പറയുന്ന എൻ്റെ ക്ലയൻറ്റ് എനിക്ക് എന്ത് ചെയ്തു? 50,000 rupees എനിക്ക് അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ ആ 50,000 rupees എനിക്ക് റവന്യൂ അല്ല, എൻ്റെ ഇൻകം അല്ല. എന്തുകൊണ്ടാണ്?
ഞാൻ സർവീസ്, എനിക്കവിടെ റൈറ്റ് ടു റിസീവ് അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. എനിക്ക് അയാളുടെ നിന്ന് 50,000 രൂപ കിട്ടാനുള്ള അവകാശം ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാനത് സർവീസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ എനിക്കൊരു അവകാശം വരുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ റിസീവബിൾസിൻ്റെ ഏരിയ സേഫ് ആക്കാൻ വേണ്ടി ഞാൻ അയാളിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ വാങ്ങി വെച്ചതാണ്. ഇൻ കേസ് ഞാൻ സർവീസ് കൊടുക്കുന്നതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ഞാൻ ഈ 50,000 തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, അക്കൗണ്ടിങ്ങിന് 2 കൺസെപ്റ്റ് ഉണ്ട്. അക്രൂവൽ കൺസെപ്റ്റിൽ നമുക്ക് അക്കൗണ്ട് ചെയ്യാം, ക്യാഷ് ബേസിസിൽ നമുക്ക് അക്കൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പം അക്രൂവൽ ബേസിസിലാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യും, ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. അപ്പം നമ്മൾ നോർമലി ഇപ്പം നമുക്ക് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത് അക്രൂവൽ സിസ്റ്റം ആണ്. അക്രൂവൽ സിസ്റ്റത്തിൽ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് മീൻസ് ഡ്യൂവും റൈറ്റും, ഓക്കെ, ആസ് ആൻഡ് വെൻ ഡ്യൂ, നമ്മളൊരു എക്സ്പെൻസ് നമ്മൾ ഡ്യൂ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ റവന്യൂ നമുക്ക് റിസീവബിൾ ആവുന്ന സമയത്ത് നമുക്ക് എൻട്രി ഇടാൻ പറ്റുന്നതാണ് ഏത് അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതേ സമയത്ത് നമ്മുടെ റവന്യൂന്റെ പാർട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് ക്യാഷ് കിട്ടിയാൽ മാത്രമേ ഞാൻ അക്കൗണ്ട് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ക്യാഷ് കൊടുത്താൽ മാത്രമേ ഞാൻ എക്സ്പെൻസ് ബുക്ക് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ അക്കൗണ്ട്സ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും, അതിന് നമ്മൾ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമൊക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് അക്രൂവൽ ബേസിസ് ആണ്. ഓക്കെ, അങ്ങനെ അക്രൂവൽ ബേസിസിലാണ് ഞാൻ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതെങ്കിൽ എനിക്ക് എൻ്റെ ക്യാഷ് എത്ര വന്നു, ക്യാഷ് എത്ര പോയി എന്നുള്ളതിനെ കുറിച്ച് കാൽക്കുലേഷൻ എനിക്ക് കിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അത് നമ്മൾ ആകെ പറയാം, എനിക്ക് ഇത്ര ക്യാഷ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇത്ര ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്റർവ്യൂവിന്റെ ആസ്പെക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ് കീ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, മുന്നേ അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വിളിക്കാറുണ്ടായിരുന്നു, ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ട് എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മൾ നോർമലി പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പം കോമൺലി ആക്സെപ്റ്റ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത് ബാലൻസ് ഷീറ്റ് ആണ്. മൂന്നാമത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ മൂന്നിനും ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഡ്യൂ ബേസിസിൽ നമ്മൾ ഈ വർഷം അക്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഈ ഇയറിലോട് കൂടി കവർ ചെയ്ത് പോകുന്ന ഇല്ലെങ്കിൽ ഫിനിഷായി പോകുന്ന ഐറ്റംസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് കാണിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ സെയിൽ, ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്തു. ഓക്കെ, ആ സെയിൽ അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് ആ സെയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിൽ ഒരു ഇമ്പാക്റ്റും ഇല്ല. അതേസമയത്ത് ആ പൈസ തരാനുള്ള ആൾ ഫ്യൂച്ചറിൽ തരണം, അത് ഞാൻ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും, റിസീവബിൾ ആയിട്ട് കാണിക്കും. ഓക്കെ, അപ്പം എൻ്റെ ഫ്യൂച്ചർ ഉള്ളതൊക്കെ ഞാൻ എൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് വെക്കും. അത് എൻ്റെ, അപ്പം ബാലൻസ് ഷീറ്റിൽ എനിക്ക് ഭാവിയിൽ കിട്ടാനുള്ള പൈസയും ഭാവിയിൽ കൊടുക്കാനുള്ള പൈസയാണ്. ഫ്യൂച്ചറിൽ വാട്ട് ഐ ഓ അല്ലെങ്കിൽ വാട്ട് ഐ റൈറ്റ് റിസീവ്, എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കിട്ടാൻ അവകാശമുള്ള എമൗണ്ടിനെയും ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള എമൗണ്ട്, ലയബിൾ ആയിട്ടുള്ള എമൗണ്ടിനെയും കാണിക്കുന്നതാണ് എൻ്റെ ബാലൻസ് ഷീറ്റ്. ക്വസ്റ്റ്യൻ വന്നത് വിച്ച് ഈസ് ബെറ്റർ മെത്തേഡ്, അക്രൂവൽ ഓർ ക്യാഷ് ബേസിസ്. നമുക്കൊരു വളരെ ചെറിയൊരു കമ്പനിയാണ്, അതായത് ഞാനൊരു കൺസൾട്ടിങ് കൊടുക്കുകയാണ്, ഞാനൊരു റൂമിൻ്റെ അകത്ത് ഞാനും ഒരു 2 സ്റ്റാഫിനെയും വെച്ചിരുന്നിട്ട് ഞാൻ കൺസൾട്ടിങ് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ക്യാഷ് ബേസിസിൽ ഫോളോ ചെയ്യാം. ഓക്കെ, പക്ഷേ ഒരു കുറച്ചൊരു വലിയ കമ്പനി ആണെങ്കിൽ ഒരിക്കലും അവർക്ക് ക്യാഷ് ബേസിൽ അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഒരു ക്രെഡിറ്റിൽ ഒരു സാധനം പർച്ചേസ് ചെയ്തു, ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ അതൊരു ട്രാൻസാക്ഷൻ അല്ല, അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടില്ല. അയാൾക്ക് ആ ക്യാഷ് കിട്ടുന്ന ദിവസം മാത്രമേ ആ ട്രാൻസാക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എത്ര കിട്ടാനുണ്ട് എത്ര കൊടുക്കാനുണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യില്ല, ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അക്രൂവൽ ബേസിൽ എന്തുണ്ടാവും, ഇതിന്റെ കറക്റ്റ് ട്രാക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അക്രൂവൽ ബേസിലാണ് നമുക്ക് നോർമലി നമ്മളോട് സ്റ്റാറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അക്രൂവൽ ബേസിലാണ്. ഓക്കെ, അത് ഒരു എക്സ്പെൻസ് ഡ്യൂ ആകുന്ന സമയത്ത് നമ്മൾ ഡ്യൂ കാണിക്കണം, ഒരു ഇൻകം റൈറ്റ് റിസീവ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇൻകം ആയിട്ടും കാണിക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ കാണിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട്സ് ഫോർജറി ചെയ്യാൻ ഈസിയാണ്. ഞാൻ സെയിലൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ സർവീസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ബുക്കിൽ പറയാണ് ഞാൻ ഇന്നയാൾക്ക് ഇത്ര ലക്ഷം രൂപയുടെ സർവീസ് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അപ്പം എൻ്റെ പി ആൻഡ് അക്കൗണ്ടിനകത്ത് വലിയൊരു ഇൻകം ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എനിക്കൊരു 10 ലക്ഷം രൂപയുടെ സർവീസ് ഞാൻ ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻകം ആയിട്ട് കാണിച്ചു. അയാൾ എനിക്ക് ക്യാഷ് തരണമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഞാൻ അക്രൂവൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് അയാളുടെ എമൗണ്ട് 10 ലക്ഷം രൂപ റിസീവബിൾ ആയിട്ട് കാണിച്ചു. ഒരു ബാലൻസ് ഷീറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ, ഞാൻ അക്രൂവൽ ബേസിൽ അക്കൗണ്ട്സിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, എനിക്ക് ഈ പറയുന്ന രീതിയിൽ ജേർണൽ എൻട്രീസ് പാസ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും, അതിന്റെ ജെന്യൂനിറ്റിയും കൂടി ചെക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വലിയ സെയിൽ ഉണ്ട്, 6 കോടിൻ്റെ അല്ലെങ്കിൽ 10 കോടിൻ്റെ സെയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വർഷം ഞാൻ ആകെ കളക്ട് ചെയ്ത എമൗണ്ട് 5 ലക്ഷം രൂപയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഈ കമ്പനിയായിട്ട് ഫിനാൻഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്, ഗവൺമെന്റ് പോലുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് ഈ കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5 കോടിയുടെ സെയിൽ എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റും.
പക്ഷേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ അത് വീക്ക് ആയിരിക്കും, ആ ക്യാഷ് എൻ്റെ കയ്യിലേക്ക് വരുന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പം ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ നെറ്റ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് 3 ഇതാണ്. ഇപ്പോൾ ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ക്ലാസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്കൊരു 1-2 മണിക്കൂർ എടുക്കേണ്ട ഒരു ക്ലാസ് ആയിരിക്കും. ജസ്റ്റ് ഒരു സമ്മറി ആയിട്ട് പറയാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ അകത്തേക്ക് നമ്മൾ കാണിക്കുക ഇൻകം ഫ്രം ഓപ്പറേഷൻസ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, ഇൻകം ഫ്രം ഫിനാൻസിങ്, ഇങ്ങനെ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മളെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണിക്കുക. അപ്പോൾ അതിനകത്ത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് എൻ്റെ കോർ ആക്ടിവിറ്റി, എൻ്റെ മെയിൻ ബിസിനസ് ആക്ടിവിറ്റി ഞാൻ ജനറേറ്റ് ചെയ്ത ക്യാഷ് ആണ്. അപ്പം ക്യാഷ് വന്നു, ഞാൻ ഈ പറയുന്ന വലിയ ടേൺ ഓവറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, വലിയൊരു സെയിൽസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ക്യാഷ് ഫ്ലോ എനിക്ക് വരുന്നത് ചിലപ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതായിരിക്കാം. അപ്പം അതും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുന്ന ആൾക്ക് മനസ്സിലാവണം. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൻ്റെ അകത്ത് സ്പ്ലിറ്റപ്പ് ചെയ്ത് കാണിക്കും. എൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് എന്തൊക്കെ ക്യാഷാണ് കിട്ടിയിരിക്കുന്നത്, എൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് എനിക്ക് എത്ര രൂപ ക്യാഷ് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് അസറ്റ് പോലുള്ള ഡീറ്റെയിൽസിൻ്റെ അകത്ത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലാൻഡ് വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്യാഷ് ഇൻഫ്ലോ കാണിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അത് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. അതിൻ്റെ ഓപ്പറേഷൻ്റെ അകത്ത് വന്നതല്ല. ഇനി ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നതാണെങ്കിൽ എൻ്റെ ലോൺ അല്ലെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ, ഞാൻ ലോൺ എടുത്തിട്ടാണ് എൻ്റെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നത്, ഞാൻ ട്രേഡ് ചെയ്തിട്ടല്ല. ഓക്കെ, നെക്സ്റ്റ് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് എപ്പോഴും പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബാങ്കിന്റെ റീകൺസിലിയേഷൻ ആണ് നോർമലി ചോദിക്കാറ്. നമുക്ക് ഏത് ലെഡ്ജറും നമുക്ക് റീകൺസിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാങ്കിന്റെ റീകൺസിലിയേഷൻ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കയ്യിലുള്ള ബാങ്കിന്റെ ലെഡ്ജർ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാം. നമ്മളറിയാതെ ബാങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഞാൻ പ്രസന്റ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ റിസീവ് ചെയ്തൊരു ചെക്ക് ബാങ്കിൽ ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ ഇഷ്യൂ ചെയ്ത ചെക്ക് ബാങ്കിൽ ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് സിനാരിയോസ് വന്നിട്ട് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതായത് ബാങ്ക് എനിക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റും എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള എൻ്റെ ബാങ്കിന്റെ ലെഡ്ജറും തമ്മിൽ വ്യത്യാസം വരാം. അപ്പോൾ അത് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ എങ്ങനെ ഉണ്ടാക്കുക, ബാങ്ക് സ്റ്റേറ്റ്മെന്റും ക്യാഷ് ബുക്കും, അതായത് എൻ്റെ ബാങ്ക് ലെഡ്ജർ നമ്മൾ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുകയാണ്, ഡിസ്ക്രിപ്പൻസീസ് ഞാൻ നോട്ട് ചെയ്യുക, അതെന്ത് ചെയ്യാം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഡിസ്ക്രിപ്പൻസീസ് വന്നത്, അതിനൊക്കെയായിട്ട് അക്കൗണ്ടിങ് എൻട്രി ഇടണം എന്നല്ല പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യണം, എന്തുകൊണ്ട് ഡിഫറൻസ് വന്നു എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിൽ ഒരു എല്ലാ സോഫ്റ്റ്വെയറിലും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ ക്യാഷ് ബുക്കും എൻ്റെ ബാങ്ക് ബുക്കും, അതായത് എൻ്റെ ബാങ്ക് ലെഡ്ജറും എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും എൻ്റെ ക്യാഷ് ബുക്ക് ഇല്ലെങ്കിൽ എൻ്റെ ബാങ്ക് ബുക്ക് തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ അതിന്റെ യൂസ്ഫുൾ ലൈഫിൽ നമ്മൾ കുറേശ്ശെ ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് P&L അക്കൗണ്ടിലേക്ക്, ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന സംഭവത്തിന്റെ മെത്തേഡിനെയാണ് നമ്മൾ പറയാം ഡിപ്രിസിയേഷൻ. ഓക്കെ, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റ് ആണ്, അതിന്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് അതിന്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബൈഫർഗേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താ ഡിപ്രിസിയേഷൻ, ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങി, ഈ ലാപ്ടോപ്പ് ഞാൻ എന്തില്ല, എനിക്ക് ഒരു വർഷം കൊണ്ട് ഞാൻ ഉപയോഗിച്ച് കളയുന്ന ലാപ്ടോപ്പ് അല്ല, ഞാൻ ചിലപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഞാൻ അത് യൂസ് ചെയ്യും. ഞാൻ ഈ 10 വർഷം എന്ത് ചെയ്യും, ഈ ലാപ്ടോപ്പിന്റെ കോസ്റ്റ് ഡിവൈഡ് ബൈ 10 ചെയ്തിട്ട്, ഇപ്പോൾ ഒരു 1 lakh rupeesന്റെ ലാപ്പ് ആണെങ്കിൽ എല്ലാ വർഷവും ഞാൻ ഒരു 10,000 രൂപ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ P&L അക്കൗണ്ടിലേക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. കാരണം 10 വർഷം കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പിന് ഈ 1 ലക്ഷം രൂപേന്റെ വാല്യൂ ഇല്ല. ഓക്കെ, ആ സമയത്ത് ഞാനിത് സ്ക്രാപ്പ് ആയിട്ട് കളയേണ്ടി വരും. ഞാൻ സ്ക്രാപ്പ് ആയിട്ട് കളയുന്ന സമയത്ത് ആ ഇയർലി ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, 1 lakh rupees ലോസ് ആയിട്ട് കാണിക്കരുത്. അപ്പം അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രിസിയേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡിപ്രിസിയേഷൻ മെത്തേഡ് നമ്മൾ മെയിനായിട്ട് നോക്കുക, ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്, രണ്ടാമത്തത് ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ WDV മെത്തേഡാണ്, മൂന്നാമത് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. അത് നോർമലി റിഗ് അല്ലെങ്കിൽ മൈന് പോലുള്ള ഏരിയാസിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പം നോർമലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും WDV മെത്തേഡും. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൻ്റെ അകത്ത് ഇപ്പം പറഞ്ഞതുപോലെ 1 lakh rupeesന്റെ ലാപ്ടോപ്പ് ഞാൻ 10 വർഷത്തേക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വർഷവും എന്ത് ചെയ്യും, 10,000 രൂപ വെച്ച് ഞാൻ റൈറ്റ് ഓഫ് ചെയ്താൽ മതി. ഒരിക്കലും ഡിപ്രിസിയേഷൻ എമൗണ്ട് മാറില്ല. അതാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഡിക്ലൈനിങ് ബാലൻസ് എന്നുള്ളത് ഞാൻ ഈ വർഷം പെർസെൻറ്റേജ് ആയിരിക്കും അപ്ലൈ ചെയ്യുക. ഈ വർഷം 1 lakh rupeesന്റെ അതിൻ്റെ 10%. അപ്പോൾ ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് അടുത്ത വർഷം എൻ്റെ ബുക്ക് വാല്യൂ 90,000 രൂപയാണെങ്കിൽ അതിൻ്റെ 10%, അടുത്ത വർഷം 81,000 രൂപയാണെങ്കിൽ അതിൻ്റെ 10%. അങ്ങനെ ആ രീതിയിൽ പാറ്റേണിൽ ഞാൻ എന്ത് ചെയ്യും, ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ആൻഡ് അക്രൂവൽ അക്കൗണ്ടിങ്. ഇതും ഇന്റർവ്യൂവിന് ചോദിക്കുന്നതാണ്.
ക്യാഷ് അക്കൗണ്ടിങ്ങിൽ റവന്യൂവും എക്സ്പെൻസും ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്തോ പേ ചെയ്യുന്ന സമയത്തോ മാത്രമേ ഞാൻ അക്കൗണ്ട് ചെയ്യുള്ളൂ. അക്രൂവൽ ബേസിസിലോ റവന്യൂ എക്സ്പെൻസസ് റെക്കോർഡഡ് വെൻ ഏൺഡ് ഓർ ഇൻകേർഡ് റിഗാർഡ്ലെസ് ഓഫ് ക്യാഷ് ഫ്ലോ. എനിക്ക് റവന്യൂ റിസീവ് ചെയ്യാനുള്ള റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു, അതാണ് ഏൺഡ്, അല്ലെങ്കിൽ എക്സ്പെൻസ് ഇൻകർ ചെയ്തു. ഞാൻ കൊടുത്താലും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ അക്രൂവൽ സിസ്റ്റത്തിൻ്റെ അകത്ത് എക്സ്പെൻസും ഇൻകവും ഞാൻ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നെറ്റ് വർത്ത് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് നോർമലി ഉണ്ടാവാറുണ്ട്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇത് ഇപ്പം അത്യാവശ്യം കുറച്ചൊരു ഏറ്റവും ബേസിക് എൻട്രി ലെവലിലുള്ള അക്കൗണ്ട് ഉണ്ടല്ലോ, അതിന് മുകളിലേക്കൊക്കെ നമ്മൾ ആൾക്കാർ ചോദിക്കുന്നുണ്ടെങ്കിൽ നോർമലി ഉണ്ടാകുന്ന ഒരു ഇന്റർവ്യൂ ക്വസ്റ്റൻ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, എൻ്റെ കറണ്ട് അസറ്റും എൻ്റെ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ എന്താണ് കറണ്ട് അസറ്റ്, എന്താണ് കറണ്ട് ലയബിലിറ്റി? സിമ്പിളാണ്. ഞാൻ എപ്പോഴാണോ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യുന്നത്, ഇപ്പോൾ 31 മാർച്ചിനാണ് ഞാൻ എൻ്റെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ റിയലൈസ് ചെയ്യുമെന്ന് സാധ്യതയുള്ള, റിയലൈസ് ചെയ്യാൻ നിർബന്ധമില്ല, റിയലൈസ് ചെയ്യാൻ ചാൻസ് ഉള്ള അസറ്റിനെയും സെറ്റിൽ ചെയ്യാൻ ചാൻസ് ഉള്ള ലയബിലിറ്റീസിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി എന്ന് വിളിക്കുക. കറണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിട്ട് വിത്തിൻ 1 ഇയർ എന്ത് ചെയ്യണം, എനിക്കത് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവണം. ഓക്കെ, എനിക്ക് ഇൻറ്റൻഷൻ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. എൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, എനിക്ക് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ ഞാൻ വിറ്റ് തീർക്കും. ഞാൻ എൻ്റെ പാർട്ടീസിന്, എൻ്റെ സെൻട്രൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഞാൻ കൊടുത്തു തീർക്കും എന്ന് എനിക്ക് ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും സർപ്ലസ് ആവണം, പോസിറ്റീവ് ആവണം, അല്ലെങ്കിൽ കമ്പനി പ്രശ്നത്തിനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഇത്. കാരണം എന്തുകൊണ്ടാണ്, പെട്ടെന്ന് എൻ്റെ കറണ്ട് ലയബിലിറ്റിക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് എന്നോട് ചോദിക്കാം. കാരണം ഒരു വർഷത്തിനുള്ളിൽ ഞാനത് സെറ്റിൽ ചെയ്യേണ്ടതാണ്. ആ സെറ്റിൽ ചെയ്യാൻ കണക്കായിട്ടുള്ള എമൗണ്ട് എൻ്റെ കറണ്ട് അസറ്റിൻ്റെ സൈഡിൽ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ഓക്കെ, അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പം ഇൻ കേസ് കമ്പനി റൺ ചെയ്യുന്ന ലിക്വിഡേഷൻ എത്ര എന്നുള്ളതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. ഈ കറണ്ട് ലയബിലിറ്റി ഒക്കെ വീട്ടിൽ കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഈ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനുള്ള എത്രത്തോളം എക്സ്പെൻസ് ക്യാഷ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു കാൽക്കുലേഷൻ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്.